കാലാവസ്ഥ എന്താ എന്താ സ്വച്ഛാകെ പേടിയാണ്. വന്നുണ്ട് നീര് വിളിച്ച പേടിയാണ്. പോയി നോക്കാം. രാത്രിയാവാനാണ്. രാത്രിയാകുമ്പോ പേടിയുണ്ട്. എന്താ ഇരുട്ടായി തുടങ്ങി. രാത്രിയാണ്. ആരുണ്ട്? ആരെങ്കിലും ഉണ്ടോ അവിടെ? ഈ പാതി രാത്രിയില് എന്തൊരു ഒച്ച. അത്താരായിരിക്കണ നീല വിളിച്ചകത്ത് കൂടെ പോയി. ഇവിടെ എന്തോ ഒരു സാധനം അവിടെ വന്ന് പ്രത്യക്ഷപ്പെട്ട് ഇന്നതില്ലേന്നു. ഇതാരാ സംഭവം? അമ്മേ തുമ്പി പുറത്തൊരു ഏലിയൻ നീല വെളിച്ചം കണ്ടു. എന്നിട്ട് എന്തോ ഒരു സാധനം ഇവർ കൂടെ പോയേക്കാം. അവിടെയല്ലേ എന്തോ ഒരു സാധനം അവിടെ ഇരിക്കുന്നത് കണ്ടു. നമുക്ക് പോയേക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഒരു നീല വെളിച്ചം വന്നിട്ട് ഇയാള് പെട്ടെന്നാണ് പ്രത്യക്ഷപ്പെട്ടാ. എനിക്കൊന്നും മനസ്സിലായി. ഇതാണെങ്കിൽ രാത്രിയാവും ചെയ്ത്. ഭയങ്കര രാത്രിയാണ്. ആ സമയത്ത് ഇവിടെ എന്തിനാ ഇങ്ങോട്ടൊരാൾ പ്രത്യക്ഷപ്പെട്ടതാ? അയ്യോ ഇയാളാരാ? ഇയാളെ നീപ്പിക്കാം. നീച്ചോ. ഇയാൾ നമുക്ക് എന്തായാലും നിങ്ങളെ റൂമിലേക്ക് കൊണ്ടുപോവാ. ഇയാൾ സ്പേസ് ഷിപ്പിന്റെ ഉച്ച നേരത്തെ കേട്ടോ തോന്നുന്നുണ്ട്. ഇയാളെ ഇത് കൊണ്ടുപോയി ചോദിക്കാം. ഇയാൾ ആരാ? ഇയാൾ എവിടുന്നാ വന്നത് എന്നൊക്കെ. എന്റെ പേരെന്താ? ആണ്. ദേവക്ക് എന്റെ കുടുംബം. എന്റെ പേരെന്താ? ഏലിയനോ? തുമ്പിയുടെ ഒരു ബ്ലാങ്കറ്റ് എടുത്തോണ്ട് ഇരിക്കി. ബ്ലാങ്കറ്റ് എടുത്തോണ്ട് ഇരി. സുഖാക്കി വിറ്റ് നോക്കാം. എന്റെ സൗണ്ട് തന്നെ അങ്ങനെ. എന്താണ് എങ്ങനെ ഞാൻ ഏലിയനാണ്. ഇതിന്റെ ശബ്ദം ഒന്ന് മാറ്റാൻ പറ്റുമോ? ഈ ശബ്ദം മതിയോ? ഒന്ന് സംസാരിക്കോടാ. സംസാരിക്കേ. എന്റെ പേരെന്താ? ഏലിയൻ. അതൊക്കെ ജി ഏത് പ്ലാനറ്റ് എന്നാ? എങ്ങനെയാ വന്ന്? അന്നോട് ഞാൻ പലപ്പെടുത്തോളാ പറഞ്ഞില്ലേ? തനിക്കുണ്ടാവും. ഏലിയനല്ലേ? അല്ല എൻ്റെ കൂടെ ഉള്ളവരൊക്കെ എവിടെ? അതാ ഓരൊക്കെ ഓരോ സ്ഥലത്തേക്കായിട്ട് തെറിച്ചുപോയി. ഇത് ഇങ്ങോട്ട് വന്നു. ആ നീല വെളിച്ചം എൻ്റെ സ്പേസ് ഷിപ്പാണോ? ആണ്. ഇതാ ഒന്ന് പൊത്തിക്കിട്ട് വിട് പൊച്ചോ. ഇയാളെവിടെ വന്നേ? ഒന്നും അറിയില്ല. പക്ഷെ ഇയാൾ പെട്ടെന്ന് നമ്മൾ തൊടിയിൽ ശ്രദ്ധിച്ചു. സത്യം പറയുന്നത്
ഏലിയൻ അല്ലാതെ കള്ളനാണോ? തൊടി വന്ന് മാങ്ങാക്കാൻ വന്നാണോ? ശരിക്കും ഏലിയനാ? പേടി നമുക്ക് ഇവനെ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞു ഇവിടുത്തെ ഏലിയൻ ഉണ്ടെന്ന് മനസ്സിലാവും. ഏലിയൻ്റെ മുഖം ഞാൻ കണ്ട്. ശരിക്കുള്ള ഏലിയനാണെന്ന് ഉറപ്പിക്കാൻ എന്താ ചെയ്യുക? എന്നെ ഉറപ്പിക്കാൻ ശരിക്കുള്ള ഏലിയനാണ്. ഈ ഒച്ച വരുന്നുണ്ട്, എന്താ ചെയ്യാ? എന്നോട് കാണിച്ചു നോക്കട്ടെ ഏലിയനെ. ഇത് വിചാരിക്കാതെ അന്നെ ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റില്ല. അല്ലെ ദേവട്ടം വിചാരിച്ചാലേ ദേവട്ടിനെ വേറെ ആൾക്ക് കാണാൻ പറ്റുക. ആണ് പറ്റുന്നതിനും കുഴപ്പമില്ല. തുമ്മി ഇപ്പം പറഞ്ഞ ഇവൻ വിചാരിക്കാതെ ഇവന് വേറെ ആർക്കും കാണാൻ പറ്റില്ല. അപ്പൊ തോർത്ത് മാത്രം നമുക്കിടെ കാണാൻ പറ്റും. പിന്നെ എവിടെന്നെങ്കിലും ഇവ മൂവാക്കാം. മൂവൊക്കെ പറഞ്ഞാല് നമുക്ക് എന്തെങ്കിലും അവിടെ ഒളിപ്പിക്കാം. അവിടെ അതിന്റെ പുറത്തിന്റെ അവിടെ ഇവിടെ നിലത്ത് ഒളിപ്പിക്കാം. ഒളിപ്പിക്കാം. ബാക്കിയുള്ളവർ കണ്ട പ്രശ്നവും ഒളിപ്പിക്കുകയും ചെയ്യാം. ഇവനെ എന്താ വിളിക്കുക? അളിയാ വിളിക്കാം. അളിയ അവിടെ പോയിരുന്നോ? ഏലിയൻ അളിയ, ഏലിയൻ അളിയ. ശരി. ഏലിയന്റെ കണ്ടില്ലേന്നോ? ഏലിയ ഇതാരാ? ആരായി വരുന്നേ? ഏലിയനുള്ളതാരും പറയരുത്. ഏലിയൻ നമുക്ക് ഇവിടെ ഒളിപ്പിച്ചാൽ പോരാ. ഈ ഏലിയൻ കുറച്ചും കൂടി വഷളാണ്. ഇവിടെ ഒളിപ്പിക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ല സ്ഥലം വേണ്ടി വരും. ഇപ്പം എവിടെ ഒളിപ്പിക്കുക? പക്ഷേ ഞാൻ ഒഴിപ്പിക്കാൻ പറയാൻ പോവാ. പ്രേതം പോലെ പ്രേതത്തിനെ ഒഴിപ്പിക്കാന്ന് പറയാ. തൽക്കാലം എടുത്തവിടെ കുഞ്ഞിരുന്നു. അല്ലെങ്കിൽ ചിലപ്പം അച്ഛമ്മ ഇത് വല്ല പ്രേതമാണ് വിചാരിച്ചാൽ കിടക്കും. കാരണം തോർത്തുകൊണ്ട് മാത്രമല്ല. ശരിക്കും ആരാ? സ്പേസ് ഷിപ്പ്